സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഗുരുവാണിക്കും ഇങ്ങനെ പ്രകാശനകർമ്മ എന്നുള്ളത് പറഞ്ഞ് എല്ലാവരും ഓരോരുത്തരെ വിളിച്ച് സ്റ്റേജിൽ എടുത്തു. സദ്വിശരണം. അപ്പോൾ നമ്മുടെ പ്രകാശനകർമ്മം എന്ന് വെച്ചാൽ ഗുരുവാണി വോളിയം 2, അതുകൂടാതെ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായ വിനായക് സാറ് എഴുതിയ ഗുരുവിൻ്റെ ആശയങ്ങളടങ്ങിയ ആ ബുക്ക് പ്രകാശനം കൂടി. അപ്പോൾ അതിലേക്കായിട്ട് നമ്മുടെ ശശേട്ടൻ സ്റ്റേജിലേക്ക് വരിക, പിന്നെ ഗണേശ മാഷ്, പിന്നെ കർണാടക ചേട്ടൻ, ഇത്ര പേരുകൂടി വരിക. ഗുരുവാണി വായിക്കുന്നതിനായി ബീന ഡോക്ടർ. സദ്ഗുരു ശരണം. ഗുരുവാണി. തികച്ചും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അനേകായിരം വിധത്തിലുള്ള ദുഃഖങ്ങളാണ് നമ്മുടെ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങൾക്കതുപോലെ സഹിക്കേണ്ടി വരില്ല. അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം. കാരണം എന്താണ്? നിങ്ങൾ വാക്കിനെ അനുസരിച്ചാൽ ഒന്നും സഹിക്കേണ്ടി വരില്ല. വന്നിട്ട് അത് അതിൻ്റെ കാര്യത്തിന് പോട്ടെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ മുന്നിൽ ഒന്നിനും വരാൻ കഴിയില്ല, പോയിരിക്കും അത്. പിന്നെ നമ്മുടെ കൈയൊന്ന് പോകേണ്ട സ്ഥാനത്ത് വിരലൊന്ന് മുറിഞ്ഞെന്ന് വരും, കാലൊന്ന് തട്ടിയെന്ന് വരും, അല്ലെങ്കിൽ 10 വിധത്തിൽ രോഗം വരേണ്ടിടത്ത് 2ഓ 4ഓ വിധത്തിൽ വന്നെന്ന് വരും. ഇതൊക്കെ നമ്മുടെ കർമ്മഗതിയിലുള്ള ശരീരഘടനയാണ്. അത് വന്ന് തന്നെ തീരണം. അതൊക്കെ ദൈവത്തെ ഭജിച്ചത് കൊണ്ട് വന്നതാണ്. ഗുരുവായൂരും ശബരിമലയിലേക്ക് പോയപ്പോൾ അവർ ആരെ കൊന്നിട്ട് പോയിട്ടാണ് അവർ വണ്ടിയോടുകൂടി ചത്തുപോകുന്നത്? ഇപ്പോൾ ഋഷികേശത്ത് പോയവർ തിരിച്ചു വരാത്തത് എത്രയോ പേരുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ കാണൂല. ഇങ്ങനെയുള്ള അനവധി ദുരിതത്തിൻ്റെ പടവുകൾ കടന്നു വന്ന ഒരു പരിചയം എനിക്കുണ്ട്. ഇത് നിങ്ങളോട് തീർത്ത് പറയുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗതികേടാണ് ഈ ഗുരുപൂജ ചെയ്തിട്ട് ഇവർ തിരിഞ്ഞു നിന്ന് കളിക്കുന്നത്. ദോഷം ചെയ്യും. ഒരിക്കലും നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ നിങ്ങൾ എന്തോ ചെയ്തോളൂ. തിരിഞ്ഞു നിന്ന് കളിച്ചാൽ നിങ്ങളെ വിടില്ല. ഞാനല്ല, ഏത് നിശ്ചയത്തിലാണോ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തത്, ആ നിശ്ചയം നിങ്ങളെ കൊണ്ട് വിട്ടുപിരിയില്ല, കഴിയില്ല. അത് ഓർമ്മയിൽ ഇരുന്നോളണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് വരുമെന്നോ ഇന്നത് വരിയില്ലെന്നോ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് ഓർമ്മിപ്പിക്കുന്ന എന്തിനാണ്? ഗുരുപൂജ ചെയ്ത വീട്ടുകാർ ഇത്തരത്തിൽ തന്നെന്നം പാടിയാൽ ഒരിക്കലും മാറിപ്പോകാൻ പോണില്ല. അതൊരു സത്യത്തിൻ്റെ ആത്മാവായിട്ട് നിങ്ങളുടെ മുൻപിൽ കാണും. ഓർമ്മയായിട്ട് കൈകാര്യം ചെയ്തോ. ഈ പറഞ്ഞത് ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേർ ഇവർ എന്തൊക്കെ നല്ലതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദുഃഖം പറഞ്ഞു കേൾപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദുഃഖം വരില്ല എന്ന് കരുതി പക്ഷേ നിങ്ങൾക്ക് ദുഃഖം എന്നോളം അനുഭവിക്കേണ്ടി വരില്ല. കാരണം അവിടെ ഒരു താങ്ങ് കിട്ടും നിങ്ങൾക്ക്. വിരൽ പോകേണ്ട സ്ഥാനത്ത് ഒന്ന് പോറിയെന്ന് വരും, കാല് പോകേണ്ട സ്ഥാനത്ത് ഒരു വിരൽ തട്ടി ഒന്ന് അടർന്നെന്ന് വരും. അങ്ങനെ സകലതും ചെറുതായിട്ട് വരും. അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. വന്നു പോട്ടെ, വന്നങ്ങ് പൊയ്ക്കോട്ടെ. അല്ലെങ്കിൽ അത് കെട്ടിനിന്ന് നമ്മുടെ ജീവനെ കുഴിച്ചു മൂടും.
അങ്ങനെ ഒരു ദോഷം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്ക് തികച്ചും നല്ലത് ചെയ്തെടുക്കാൻ കഴിയും എന്ന് എനിക്കൊരു സംശയവും ഇല്ലാതെ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. അത് സത്യമാണ്. ഗുരുവാണി 48 GSS യൂട്യൂബ് ചാനൽ, ഗുരുവാണി ഭാഗം 2, പേജ് നമ്പർ 230, 231. സദ്ഗുരുവേ ശരണം. സദ്ഗുരുശരണം. അടുത്തായി സ്വാഗതം അറിയുന്നതിന് വേണ്ടി ശ്രീ സതികുമാർ എം, ജനറൽ സെക്രട്ടറി, ഗുരുധർമ്മ സംരക്ഷണ സംഘം. ഗണേശ മാഷും ഡോക്ടർ പ്രമോദ് സ്റ്റേജിലേക്ക് വരിക. കർണാടൻ ചേട്ടൻ സ്റ്റേജിലേക്ക് വരിക. സദ്ഗുരു ശരണം. നമ്മുടെ എല്ലാമെല്ലാമായ ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരോടും ഗുരുസ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ 2 വാക്കുകൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സ്വാഗതകർമ്മമാണ് തന്നിട്ടുള്ളത്. അതിനു മുൻപായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മത്തെപ്പറ്റി 2 വാക്ക് പറയുകയാണ്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഗുരുവാണി ഭാഗം 2, ഗുരുവാണി ഭാഗം 1 നമ്മൾ 2023 സെപ്റ്റംബർ ഗുരുവിൻ്റെ ജയന്തി ദിവസം കോഴിക്കോട്ട് പ്രകാശനം ചെയ്തിരുന്നു. ഇത് ഗുരുവാണി ഭാഗം 2. ഗുരുവാണി അതായത് ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചത് ശേഷം തന്നെ ഇപ്പോൾ 2 വേഴവട്ടം കഴിയുന്ന ഈ വേളയിൽ അത് ചില ഗുരുവിൻ്റെ ആത്മശിഷ്യരുടെ മനസ്സിലുദിക്കുകയും അത് പുസ്തക രൂപത്തിൽ, അതായത് ഗുരുവിൻ്റെ വായ്മൊഴിയായി കനിഞ്ഞരി അരുളിയ മൊഴിമുത്തുകൾ പുസ്തക രൂപത്തിലാക്കണം എന്ന് ഒരു ചിന്ത വരികയും അത് പകരുകയും ചെയ്തു. ആ ഒരു മഹത് കർമ്മം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞതിൽ, അതായത് ഗുരുവിൻ്റെ മക്കളായി നമ്മളിന്ന് ആശ്രമത്തിലെ അപജയങ്ങളുടെ കാര്യങ്ങളൊന്നും എടുത്ത് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് വരെ ചെയ്യാൻ കഴിയാത്ത ഒരു കർമ്മം എക്കാലത്തേക്കും വരും തലമുറയ്ക്കും ജീവനും ജീവിത രഹസ്യവും പ്രപഞ്ച രഹസ്യം തന്നെ അരുളിയിരിക്കുന്ന വായ്മൊഴികളായി അരുളിയ മൊഴിമുത്തുകളെ കോർത്ത് ഒരു മഹത് ഗ്രന്ഥമാക്കി 2ാം ഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നത്. ഒരുപാട് ഗുരുവാണികൾ
ഉള്ളതുകൊണ്ട് ഇനിയും തുടർന്ന് ഈ കർമ്മം പ്രകാശനം നടക്കും. പുസ്തകങ്ങൾ ഒരുപാട് ഇനിയും ഇറങ്ങാനുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ പരമ്പരയിലുള്ള ആർക്കും തന്നെ ഇതൊന്നും അറിയില്ല എന്നൊന്നുമല്ല. എന്നാലും ലോകത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ കണക്ക്, എല്ലാത്തിനും ഒരു തുടക്കമുണ്ടെങ്കിൽ അതിനൊരു ഒടുക്കവുമുണ്ട്. ആ കണക്ക് ഗുരു അറിയിച്ച് ജീവൻ, ഉൽപ്പത്തി, ലയനം, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാനും കഴിയാത്ത രീതിയിൽ നമ്മൾ ആരും തന്നെ ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പരമ്പരയിൽ വന്നിട്ട് ഗുരുവിൻ്റെ വായിൽ നിന്ന് കേട്ടതും അത് അല്ലാത്തവർ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പുസ്തകം അത്ര മഹത്വമാണ്. എങ്ങനെ നമ്മുടെ ഗീത, ബൈബിൾ, ഖുറാൻ അവരവരുടെ ഓരോ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ജാതിയും മതവും പറഞ്ഞ് മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി ഗുരു ആരാണെന്നും പ്രവാചകൻ ആരാണെന്നും അവർ പറഞ്ഞത് എന്താണെന്നും ആ സത്യങ്ങളൊന്നും നമ്മൾ കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും അറിയിക്കാൻ വന്നാൽ തന്നെ അവരെ സ്വീകരിക്കാനോ നമ്മൾ തയ്യാറല്ല. പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കണം, നമ്മുടെ ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിച്ച് നിൽക്കുന്ന ഈ സമയത്ത് നമ്മളെല്ലാം മുന്നിലാണെന്ന് നമ്മൾ ഇരിക്കുന്ന നമ്മളിലും എല്ലാവരും നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും. നമ്മൾ ചന്ദ്രനിൽ ആദ്യമായിട്ട് ചന്ദ്രനായനെ അയച്ചു, നമ്മളാണ്, ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ അമേരിക്കക്കാരാണ്, അവർ ആദ്യമായിട്ട് കാലുകുത്തി എന്നൊക്കെ പറയും. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു കൈപ്പട അല്ലെങ്കിൽ ആ ഒരു സത്യം അതെന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി വന്ന ഗുരുക്കന്മാരെയോ പ്രവാചകന്മാരെയോ നമുക്ക് ഇന്നോളം വേണ്ട വിധം അവരുടെ സത്യങ്ങളെ കേൾക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല. അല്ലെങ്കിൽ അതിന് തക്കതായ ഗുരുക്കന്മാർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആചാര്യന്മാർ അല്ലെങ്കിൽ ഋഷിമാർ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ശിഷ്യൻ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഈ ശാസ്ത്രം എല്ലാത്തിനും മുന്നിലാണെന്ന് ഒരു അഹങ്കാരത്തോട് തന്നെ നിൽക്കുന്ന വേളയിൽ ഈ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കെടുതി, വയനാട്, എല്ലാം മുന്നിൽ തന്നെയാണ്. പക്ഷേ അതെന്തുകൊണ്ട് എങ്ങനെ എന്ന് നമുക്ക് ആർക്കും തന്നെ പറയാനോ, എല്ലാം മുന്നിലാണ്, നമ്മളെല്ലാത്തിനും മുന്നിലാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ ഈ പ്രകൃതിയിൽ വരുന്ന ഇത് എന്താണ് കാരണം, അതിനെന്താണ് വഴി എന്നുള്ളത് പറഞ്ഞു തരാൻ വന്ന അവരെ ആരെയും നമുക്ക് കാണാനോ ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞു. ഓരോന്നിനും മതിലുകൾ കെട്ടി അതിനകത്താക്കി നീയോ ഞാനോ എന്നുള്ള ഭാവം അതിന് കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് എന്ത് നേടി? എല്ലാം നേടി എന്നാണ് നാം വിചാരിക്കുന്നത്. പക്ഷേ ഒന്നും നേടിയില്ല നമ്മൾ. അപ്പോൾ കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. എന്നാലും ഈ ഗുരുവിൻ്റെ ഗുരുവാണികൾ അത് കേൾക്കുകയും അതിൽ നിന്ന് നമുക്ക് കഴിയുന്ന രീതിയിൽ നാം മനസ്സിലാക്കുകയും അറിഞ്ഞും അറിയിച്ചും, അതാണല്ലോ, അറിഞ്ഞും അറിയിച്ചും നമ്മളെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും തലമുറകൾ ഇത് സ്വീകരിക്കുകയും ലോകത്തിൻ്റെ തന്നെ ഒരു നന്മയായി മാറുകയും ചെയ്യും എന്ന്
ഗുരു തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കൂടുതലൊന്നും നമ്മുടേതായ രീതിയിൽ ഒന്നും പരിശ്രമിക്കേണ്ട കാര്യമില്ല. നാം ഇതിൽ ചെയ്യേണ്ടത് ഗുരു പറഞ്ഞിരിക്കുന്ന ആ തത്വങ്ങളെ, ഗുരു പറഞ്ഞിരിക്കുന്ന ആ ആചാരങ്ങളെ, ആ നിയമങ്ങളെ, ആ സ്നേഹത്തോടെയുള്ള കരുണയോടുകൂടിയുള്ള ആ ഒരു ചേർത്ത് നിർത്തിയുള്ള ഒരു സംരക്ഷണം, ആ ഒന്നിൽ കൂടെ എല്ലാത്തിലും പകരുക. ആ ഒന്നാണ് സത്യം. അപ്പോൾ ഈ വാക്കുകൾ നമുക്ക് ഇന്ന് ലോകത്ത് ഇത്ര കോടി ജനങ്ങളുള്ളതിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത്രയും കോടി ജനങ്ങളുള്ളതാണ്. പക്ഷേ എന്നിട്ടും നമ്മളിൽ കുറച്ച് പേർക്ക് മാത്രമേ ഗുരുവിനെ കാണാനും ഗുരുവിൻ്റെ വചനങ്ങൾ കേൾക്കാനും ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടെന്നും ഇങ്ങനൊരു ഗുരു ഉണ്ടെന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്തെന്നാൽ, ഗുരു എവിടെയോ എപ്പോഴോ എന്നോ നമ്മളെയൊക്കെ കരുതിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ ജനിച്ച് വളർന്ന ഞാൻ കണ്ണൂർ, കോഴിക്കോട്, എന്തിന് കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു 4 കിലോമീറ്ററോ 3 കിലോമീറ്ററോ അപ്പുറത്തുള്ളവരെ പോലും നമ്മളാരും മനസ്സിലാക്കുന്നില്ല, കാണുന്നില്ല, കാണുന്നു, കേൾക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയും ദൂരെയുള്ള ആൾക്കാർ നമ്മൾ ആത്മബന്ധുക്കളായി സ്നേഹം പകർന്ന് ജീവന് തുല്യം സ്നേഹിച്ച് കഴിയണമെങ്കിൽ ആ സ്നേഹം നമുക്ക് പകർന്നു നൽകിയത്, അത് പഠിപ്പിച്ചത് നമ്മുടെ ഗുരുവാണ്. അപ്പോൾ ഈ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഗുരുവിൻ്റെ ഗുരുവാണി പുസ്തകത്തിലുണ്ട്. പിന്നെ നമ്മുടെ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനായ, ഗൃഹസ്ഥ ശിഷ്യനായ ശ്രീ വിനായകൻ സാർ എഴുതിയ ആ പുസ്തകവും ഏറ്റവും 20 വർഷം ഗുരുവിൻ്റെ കൂടെ ശിഷ്യനായി, ഗൃഹസ്ഥനായി, ഗുരുവിൻ്റെ കൂടെ നിഴലായി ജീവിച്ചയാളാണ്. അപ്പോൾ ആ ഒരു പരിചയം, ആ ഒരു അനുഭവം, ആ ഒരു സ്നേഹം, അതെല്ലാം പകർന്ന് അതിൻ്റെ എല്ലാം ഉള്ളിൽ എന്തുണ്ടോ അതിൻ്റെ ഒരു ഭാവനയാണ് ഇന്ന് നമുക്ക് എഴുതി തന്നിരിക്കുന്ന, നാം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവും. അപ്പോൾ എല്ലാവരും നമ്മളാൽ കഴിയും വിധം ഈ പുസ്തകങ്ങൾ നമ്മുടെ ഒരു കർമ്മമാണത് എത്തിക്കാൻ കഴിയുന്ന വിധം അറിഞ്ഞും അറിയിച്ചും മനസ്സിലാക്കുകയും സ്നേഹത്തിൽ തന്നെ എല്ലാവരെയും അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ബാക്കി ഒരു സ്വാഗത പ്രസംഗം എന്ന നിലയിൽ ഞാൻ വേറൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആശ്രമത്തിൻ്റെ ഭരണകാര്യങ്ങളോ ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഗുരുവാണി പ്രകാശന കർമ്മത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു ചിറ്റേക്കാട്, അദ്ദേഹത്തിനെ എൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആത്മബന്ധുക്കളുടെ പേരിലും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ എല്ലാം ഒന്ന് തന്നെയാണ്, നമ്മുടെ എല്ലാത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും മുൻനിരയിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ GPS പ്രസിഡന്റ് ശ്രീ ശശി ഉദയഭാനു സാറിനെയും എൻ്റെ പേരിലും ഗുരുധർമ്മ സംരക്ഷണ സംഘടനയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളും.
അടുത്തതായി ഗുരുധർമ്മ സംരക്ഷണ സംഘം ട്രഷറർ ശ്രീമതി രാധിക ബൽരാജ് അവർകളെയും ഞാൻ എൻ്റെ പേരിലും ഗുരുധർമ്മ സംരക്ഷണ സംഘടനയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഡോക്ടർ പ്രമോദ് സാറിനെക്കുറിച്ച് എത്ര പേർക്കറിയും എന്നറിയില്ല. സാർ നമ്മുടെ ഗുരുവാണി പുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ ഡിസൈനിങ് എല്ലാം ചെയ്തു തന്ന് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഡോക്ടറാണ്. ശ്രീ പ്രമോദ് സാറിനെ എൻ്റെ പേരിലും ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സംരക്ഷണ സംഘത്തിൻ്റെ ഭരണസമിതി അംഗം കൂടിയായ കോഴിക്കോട്ടെ നമ്മുടെ ഗണേശ മാഷിനെയും എൻ്റെ പേരിലും ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായി കണ്ണൂരിൽ നിന്നും വന്ന ശ്രീ കരുണാകരൻ ചേട്ടനെയും എൻ്റെ പേരിലും ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന കേരളത്തിൻ്റെ നല്ല കന്യാകുമാരി മുതൽ അങ്ങോളം ഇങ്ങോളം നിന്ന് എത്തിയിട്ടുള്ള എല്ലാ ആത്മബന്ധുക്കളെയും എൻ്റെ പേരിലും ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമരളി. സദ്ഗുരുവേ ശരണം. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. വലിയ രീതിയിൽ ഒരു അധ്യക്ഷ പ്രസംഗമൊന്നും നടത്തുന്നില്ല. അതിന് 2 വാക്ക് പറയാം ഗുരുവാണിയെ കുറിച്ച്. ഈ ഗുരുവാണി ഗുരു ശരത്തോടെ ഇരുന്നപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഗുരു സംസാരിച്ചൊന്നും നമുക്കത്ര വ്യക്തമായിട്ട്, കാരണം ഗുരു എപ്പോഴും ഉണ്ടല്ലോ, സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാമല്ലോ എന്നുള്ളൊരു ധാരണയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ നമുക്ക് അതിൻ്റെ പ്രസക്തി, ഗുരു എന്തൊക്കെയാണ് പറഞ്ഞത്, എന്ന് വെച്ചാൽ പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ സംസാരിച്ചിട്ട് ഗുരു അതെല്ലാം വാക്മേനിലൂടെ അന്നത്തെ സംവിധാനം ഉപയോഗിച്ച് ഗുരു റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് വന്ന ആശ്രമത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ കുറച്ച് അപാധകൾ വന്നപ്പോൾ ഇതിനൊന്നും പ്രസക്തിയില്ലാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഗുരു ദേഹവിയോഗം ചെയ്യുന്നത് 1999 മെയ് 6, അതായത് മേയുടെ 23-നാണ്. അത് കഴിഞ്ഞ് ഈ ഗുരുവാണികൾ ഞാൻ പിന്നീട് കേൾക്കുന്നതെന്ന് വെച്ചാൽ പല രീതിയിൽ എങ്ങനെയോ 2015 കാലഘട്ടത്തിലാണ് രണ്ടാമത് ഇത് കേൾക്കാനിടയായപ്പോഴും അപ്പോഴാണ് ഇതിൽ ഗുരുവാണിയുടെ ഒരു മഹത്വവും, കാരണം നമ്മൾക്ക് ചെറുപ്പത്തിലെ ഇത് കേൾക്കുമ്പോൾ ഗുരു പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടില്ല. അപ്പോൾ 2015 കാലഘട്ടത്തിൽ ഈ ഗുരുവാണികൾ കേട്ടപ്പോഴാണ് ഈ ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വ്യാപ്തിയും മഹത്വവും അതിൻ്റെ വലിപ്പവും എല്ലാം നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതനുസരിച്ച് അന്ന് ഞാനിവിടെ ശാന്തിരാശ്രമത്തിൻ്റെ സെക്യൂരിറ്റി മാനേജറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അന്ന് ഗുരു സംസാരിച്ച കാര്യങ്ങളും അതിനുശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അത് കൂടാതെ തന്നെ ഒട്ടനവധി ആൾക്കാർ ഗുരുവിൻ്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് ഇപ്പോൾ പ്രസ്ഥാനം സഞ്ചരിക്കുന്നതെന്നുള്ള പല കൂട്ടായ്മകളും പല സംഘടനകളും ഇത് എന്താ പറയുക, ആ ഒരു മീറ്റിങ്ങുകളും കാര്യങ്ങളും നടത്തിയപ്പോൾ സെക്യൂരിറ്റി മാനേജർ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉള്ളറകളിലൊന്ന് ഇറങ്ങി പരിശോധിക്കണമെന്ന് തോന്നിയത്. അങ്ങനെ ഇറങ്ങി സഞ്ചരിച്ചപ്പോഴാണ്
നമ്മൾക്ക് ഗുരു പറയുന്ന രീതിയിലല്ല, ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പഠിക്കണമെന്ന് തോന്നിയത്. അങ്ങനെ ഗുരുവാണികൾ സംഘടിപ്പിച്ച് അത് ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ ഞാനും അജിത് കുമാർ, ഇന്ന് ഗുരുമാർഗം പ്രകാശ് സഭയുടെ ജനറൽ സെക്രട്ടറിയായ അജിത് കുമാറിൻ്റെ കയ്യിലുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗുരുവാണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്യുകയും അതിനുശേഷം പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ആൻഡ്രൂ സാർ എന്ന് പറയുന്ന വിശ്വാസിയുണ്ട്, നമ്മുടെ ഗുരുവിശ്വാസി. അദ്ദേഹമാണ് ഗുരുവാണികൾ അദ്ദേഹം ആൾക്കാരെ വെച്ച് എഴുതിക്കാൻ തുടങ്ങി. അദ്ദേഹം പൈസ കൊടുത്തിട്ട് എഴുതിക്കാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തും കുറേ പ്രാവശ്യം വന്നിരുന്നു, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ സംശയദൃഷ്ടിയോടെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം വെച്ചാൽ അന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ആശ്രമത്തിനെതിരെ കുറേ നിയമപരമായ കാര്യങ്ങൾ ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് വ്യതിചലിച്ചാണ് പ്രവർത്തിക്കണമെന്നുള്ളത് കൊടുത്തുകൊണ്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ആശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവായി നിൽക്കുന്നൊരു സന്ദർഭത്തിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹം പറയുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഗുരുവാണികൾ എഴുതി അത് പുസ്തക രൂപത്തിലാക്കി അതിനൊരു സർവകലാശാല തന്നെ ഉണ്ടാക്കി അത് ലോക ജനതയ്ക്ക് നാളെ സമർപ്പിക്കുന്ന ഒരു രീതിയിലേക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ച് അദ്ദേഹത്തിന് ഇത്രയും പ്രായമായി, ഇതൊക്കെ ഈ സമയത്ത് നടക്കുമോ? എന്നാലും ഞാൻ അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തിയില്ല. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. അദ്ദേഹം പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ഗുരു സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അച്ചടി ഭാഷ പോലെയല്ല. ഗുരുവിൻ്റെ ഭാഷ ഒരു ഗുരുവിശ്വാസികൾക്കേ അത് മനസ്സിലാവുള്ളൂ. അത് പുറത്ത് ആരെ വെച്ച് എഴുതിച്ചാലും ഗുരു പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടു. അങ്ങനെയാണ് നമ്മുടെ ഗുരുമാർഗം പ്രകാശ് സഭ വരുന്നത്. അത് നന്മ മനസ്സെന്നുള്ള കൂട്ടായ്മയിലൂടെയാണ് ഗുരുമാർഗം പ്രകാശ് സഭ വരുന്നത്. അപ്പോൾ ഈ ആശയം അദ്ദേഹം ഗുരുമാർഗം പ്രകാശ് സഭ എന്ന് പറയുന്ന സംഘടനയുടെ മുന്നിൽ, അതായത് എൻ്റെയും അജിത്തിൻ്റെയും അന്നത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എല്ലാവരും അറിവിലേക്കായി പങ്കുവച്ചു. അപ്പോൾ അത് സംസാരിച്ച് ചർച്ച ചെയ്ത് അത് കുട്ടികളും നമ്മളുടെ സംഘടനകളുടെ എല്ലാവരും ഭാഗമാക്കായി അത് ചെയ്യാമെന്ന് തീരുമാനമെടുക്കുകയും അതും പ്രകാരം എന്ന് പറഞ്ഞാൽ അന്ന് ഗുരുമാർഗം പ്രകാശ് സഭയുടെ രീതിയിലാണ് ഗുരുവാണി വോളിയം 1 കോഴിക്കോട് വെച്ച് ജയന്തി ആഘോഷത്തിന് പ്രകാശന കർമ്മം നിർവഹിച്ചത്. എന്നുവെച്ചാൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജനറൽ ട്രഷറായ രാധി ചേച്ചിയും ബീന ചേച്ചി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബീന, അവരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അത് കൂടാതെ തന്നെ ലത സതീറിൻ്റെ വൈഫായ ലത ചേച്ചി, പിന്നെ ഒട്ടനവധി ആൾക്കാർ, ജിത്തുവിൻ്റെ വൈഫ്, പിന്നെ വിലാസിനി അമ്മ, അജിത കരുണാകരൻ, പിന്നെ അങ്ങനെ ഒട്ടനവധി പിന്നെ വേറെ ഒത്തിരി ആൾക്കാരുണ്ട്, എനിക്ക് അറിയാൻ മേലാത്ത ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രയത്നഫലമായാണ് അന്ന് നമ്മൾ ഗുരുവാണി വോളിയം 1 ഇറക്കിയത്. അതിലെന്ന് പറഞ്ഞാൽ ഗുരു സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ പിന്നെ ഉദയം കൊള്ളുന്നതിന് മുമ്പ് എന്തെല്ലാം കർമ്മങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം നിഷ്ഠകളാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പകർത്തേണ്ടതെന്നുള്ള അതുമുതൽ ഒരു മനുഷ്യൻ മരണാനന്തരം എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യം വരെ ഗുരു സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ കാര്യം പറയാതെ പോകുന്ന നിവൃത്തിയില്ല. കാരണം ഗുരു പറഞ്ഞിരിക്കുന്നത് സത്യത്രാണിന് പറ്റിയ തെറ്റ്, സത്യത്രാണെന്ന് പറയുന്ന ഒരു മനുവിന് പറ്റിയ തെറ്റ്, ആ തെറ്റിൽ എന്ന് വെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ആ തെറ്റ് തിരുത്താനാണ് നമ്മൾ എന്താ പറയുക യഥാർത്ഥത്തിൽ വേല ചെയ്യേണ്ട അല്ല കർമ്മം ചെയ്യേണ്ട. അത് ഒരു മനുഷ്യൻ 1000 പേരുടെ വേലയെങ്കിലും ചെയ്യണമെന്നാണ് ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ആശ്രമത്തിൽ നിന്നൊരു സത്യത്രാണിന് പറ്റിയ തെറ്റ് തിരുത്താൻ വേണ്ടി മാസത്തിൽ എൻ്റെ ഇരിപ്പുണ്ട് അതിൻ്റെ നോട്ട് 5-ാം തീയതി ആദ്യത്തെ ഞായറാഴ്ച അന്ന് തുടങ്ങിയത്, ജനുവരിയിലാണെന്നാണ് തോന്നുന്നത് തുടങ്ങിയത്. ഒരു ദിവസം അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് വെച്ചാൽ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗുരു പറഞ്ഞിരിക്കുന്ന സത്യത്രാണിന് പറ്റിയ തെറ്റ് നമ്മുടെ പ്രസാദക്കുറിപ്പായിട്ട് ഗുരുവാണിയിൽ നിന്ന് എടുത്തത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആലപ്പുഴയുള്ള ഒരാളാണ് ഈ ഇത് അയച്ചു തന്നത്, കുറച്ച് വോയിസുകൾ അയച്ചു തന്നു. കാരണം ചില അമ്മമാർ സംസാരിക്കുന്നത്, ചില ആശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ സംസാരിക്കുന്നത്, അവരൊക്കെ സത്യത്രാണിന് പറ്റിയ തെറ്റിദ്ധരുത്താൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ പറയുന്നത് മാസത്തിൽ ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് ആശ്രമത്തിൽ കിടക്കുന്ന രീതിയാണ് പറയുന്നത്.
യഥാർത്ഥത്തിൽ സത്യസ്ഥാനത്തെ പറ്റി തെറ്റ് വിനായക് സാർ എഴുതിയ ബുക്കിൽ ആ ടെസ്റ്റ് കിട്ടിയപ്പോൾ ഞാനത് ബീന ചേച്ചിയായിട്ട് ഷെയർ ചെയ്തു. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് പരമ്പരയിൽ ആർക്കും അറിയില്ല സത്യസ്ഥാനത്തെ പറ്റിയ തെറ്റെന്താണെന്നും ആ തെറ്റ് തിരുത്താൻ വേണ്ടി ഗുരു എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നും പരമ്പരയെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ എന്നുവെച്ചാൽ പഴയ ഗുരുവിനോടൊപ്പം നിന്ന ആൾക്കാർക്കൊക്കെ അറിയാം, അതല്ലാതെ പുതിയതായിട്ട് വന്ന വിശ്വാസികൾക്കോ അല്ലെങ്കിൽ അന്ന് വന്നിട്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് ഈ ആശയം എടുക്കാത്തവർക്കോ അത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബീന ചേച്ചീനോട് ആ ടെസ്റ്റും ആ വോയിസ് എല്ലാം ഷെയർ ചെയ്തു. അപ്പോൾ ബീന ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഗുരുവാണി 52 അല്ലേ ബീന ചേച്ചി, 52 സത്യസ്ഥാനത്തെ പറ്റിയ തെറ്റെന്താണെന്നുള്ള ഗുരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗുരുവാണിയുടെ ഭാഗങ്ങൾ എടുത്തിട്ട് വിനായകൻ സാറിൻ്റെ അനുവാദത്തോടെ വിനായകൻ സാറിൻ്റെ ബുക്കിൽ നമ്മൾ പ്രസാദകുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് സത്യസ്ഥാനത്തെ പറ്റിയ തെറ്റ്, ആ തെറ്റ് തിരുത്താൻ വേണ്ടി ഗുരു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുന്ന ഏതൊരു മനുഷ്യനും അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ 2 ബുക്കുകളാണ് പ്രകാശനം ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഗുരുവാണി ഭാഗം 2. ഈ 1 ആയാലും കൊള്ളാം 2 ആയാലും കൊള്ളാം, ഗുരുവിൻ്റെ എന്ന് വെച്ചാൽ ഈ ഗുരുവിൻ്റെ ഈ ഗുരുവാണികളിൽ പ്രശ്നം നമ്മളത് പറയാതെ പോകുന്നത് ശരിയാവില്ല. അതുകൊണ്ട് പറയുന്നത് ഒരു നല്ല കർമ്മം നടക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് പറയാൻ പാടില്ലെങ്കിൽ കൂടി അത് പറയാതെ പോകാൻ പറ്റാത്ത കൊണ്ട് പറയുക. ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുവഴി ഗുരു എന്തെല്ലാമാണോ പറഞ്ഞിരിക്കുന്നത് അത് മനുഷ്യന് കേട്ടിട്ട് ഒത്തിരി പ്രാവശ്യം കേട്ട് എഴുതി തിരുത്തി പിന്നെയും കേട്ട് പിന്നെ പ്രൂഫ് റീഡിങ് നടത്തി ഒത്തിരി പ്രോസസ്സ് കഴിഞ്ഞാണ് ഈ ബുക്കിലേക്ക് എത്തുന്നത്. അത് ഗുരു പറയുന്നത് വെച്ചാൽ പഴയ കാലഘട്ടത്തിലുള്ളത് കൊണ്ട് അത് ക്യാസറ്റിലായിരുന്നു, റിബൺ ക്യാസറ്റിലായിരുന്നു, അത് CD മാറ്റി. ആ CD നിന്ന് പിന്നീട് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി അത് എന്താ പറയുക ഹാർഡ് ഡിസ്ക് ഒക്കെ ആക്കി മാറിയപ്പോൾ എന്ന് പറഞ്ഞാൽ നോയ്സുകൾ ഒത്തിരി ഉണ്ട്. എന്ന് വെച്ചാൽ അവ്യക്തമായിട്ട്, കാരണം വേറെ സൗണ്ടുകളൊക്കെ വന്നിട്ട് അത് നമ്മളിപ്പോഴേ പിന്നെ നോയ്സ് റിമൂവ് ചെയ്തുകൊണ്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗുരുവാണികളാണ് ബേസ് ചെയ്താണ് ഈ ബുക്ക് ഇറക്കുന്നത്. ഇപ്പോൾ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ 289 ഗുരുവാണികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 290 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് 290 പറഞ്ഞാൽ ഗുരു അവസാനമായിട്ട് 1999 മെയ് 5 സംസാരിച്ചാണ്. അതപ്പോൾ നമ്മൾ ലാസ്റ്റ് ഗുരുവാണിയായിട്ട് അത് കൂട്ടാൻ പറ്റുള്ളതുകൊണ്ട് അതിൻ്റെ നമ്പർ ഇട്ടില്ല. അപ്പോൾ ഈ ഗുരുവാണികളെ 1 മുതൽ 25 ഗുരുവാണികളാണ് ആദ്യമായിട്ട് ഗുരുമാർഗം പ്രകാശിപ്പിട സംഘടന ലേബലിൽ നമ്മൾ കോഴിക്കോട് വെച്ച് പ്രകാശന കർമ്മം നിർവഹിച്ചത്. അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗുരു എന്താണ് സംസാരിച്ചെന്നുള്ളത് അതിലൊരു അക്ഷരത്തെറ്റ് പോലും വരുത്താതെ, എന്ന് വെച്ചാൽ അവ്യക്തമായത് അവ്യക്തമെന്ന് പറഞ്ഞ് എഴുതിയിട്ട് അങ്ങനെ ആ രീതിയാണ് നമ്മൾ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ഗുരുവാണി വോളിയം 2. ഇത് എന്താ പറയുക, മാസങ്ങളോളമുള്ള പലരുടെയും പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെന്ന് വെച്ചാൽ തുടരെ എന്ന് വെച്ചാൽ 12,000 മണിക്കൂറുകളിൽ കുറയാതെ ഗുരു സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ബുക്കുകളാക്കി മാറ്റി ഇന്നത്തെ ഇതിനല്ല നമ്മളിത് കാണുന്നത്, വരും തലമുറക്ക്. കാരണം ഡിജിറ്റൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഈ ബുക്കുകളെങ്കിലും നമ്മുടെ അടുത്ത തലമുറ സന്തതി പരമ്പരകളിലേക്ക് ലോകത്തിന് പ്രദാനം ചെയ്യാൻ വേണ്ടി അത് എത്തണമെന്നുള്ളതാണ് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എളിയ കർമ്മമാണ്, നമ്മളെ കൊണ്ട് പാടുള്ള പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 26 മുതൽ 62 അല്ലേ, 62 നമ്പർ വരെ ഇട്ടിരിക്കുന്ന ഗുരുവാണികളാണ്. കാരണം ഇതിലെന്തെങ്കിലും ഗുരു പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിൽ അത് കേൾക്കാം. അപ്പോൾ അതാണ് ഗുരുവാണിയുടെ ഒരു പ്രസക്തി. രണ്ടാമെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കൂടെ 20 വർഷത്തോളം നിഴൽ പോലെ നടന്ന ശ്രീ വിനായകൻ എന്ന് പറയുന്ന വിനായക് സാർ, നമ്മളൊക്കെ വിനായക് സാറിനെ വിളിച്ച് നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് ആശയം അദ്ദേഹത്തിലൂടെ ഒത്തിരി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഗുരുവിൻ്റെ ആശയം എന്താണ്, അദ്ദേഹം പേരിട്ടത് വിമോചന മതം എന്നുള്ള ഒരു ഇതാണ് ഇട്ടെങ്കിലും പക്ഷെ പിന്നീട് അത് അങ്ങനെ വേണ്ട, ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും, അതാണ് ആ ബുക്കിൻ്റെ കണ്ടന്റ്. കാരണം വെച്ചാൽ ഗുരുവിൻ്റെ ആശയം എന്താണോ അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 2 ബുക്കുകളാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്നത്. ആദ്യ പ്രകാശന കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ട്രഷറർ നമ്മുടെ കവർ പേജുകൾ, ഗുരുവാണിയുടെ കവർ പേജ്
ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ വോളിയം 1-ൻ്റെയും വോളിയം 2-ൻ്റെയും പ്രകാശനകർമ്മം നിർവഹിച്ചത് ഡോക്ടർ പ്രമോദ് സാറാണ്. ബീനറ്റ് ചേച്ചിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ എന്താ പറയുക, അതൊരു ഇതായിട്ടാണ്, അല്ലാതെ ഒരു പ്രൊഫഷണലായിട്ടല്ല ചെയ്യുന്നത്. അത് എന്താ പറയുക, നമ്മൾ ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു കർമ്മമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ് ഈ പ്രകാശന കർമ്മം. പറഞ്ഞിട്ട് രണ്ടാമത് വന്ന് തീർന്നതിന് ശേഷം വന്നിട്ട് പ്രമോദ് സാറിന്. ശരി ശരി. അപ്പോൾ ഗുരുവാണി വോളിയം 2 ഭാഗം 2 അത് പ്രകാശനകർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് രാധി ചേച്ചി 2 വാക്ക് സംസാരിക്കുന്നു.